ഇനി നമുക്ക് മുമ്പേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരല്പം ഡിഫറൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കുക. എ ഹെക്സഗണൽ പിരമിഡ് സൈഡ് ഓഫ് ബേസ് 25 millimeter ആൻഡ് ലെങ്ത് ഓഫ് ദി ആക്സിസ് 70 millimeter ഈസ് കെപ്റ്റ് ഓൺ ദി ഗ്രൗണ്ട് ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു വി പി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പാരലൽ ടു വി പി ആയിരുന്നു, എന്നാൽ ഈ പ്രോബ്ലത്തിൽ പെർപെൻഡിക്കുലർ ടു വി പി ആണ്. ഇറ്റ് ഈസ് കട്ട് ബൈ ആൻ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ inclined at 45 degree to the base and cutting the axis at 47 millimeter from the base. Draw the development of the lateral surface of the pyramid. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നോക്കുക, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത്. അതായത് സെയിം ഒരു പെൻറ്റഗണൽ പിരമിഡ്, പെൻറ്റഗണൽ അല്ല ഹെക്സഗണൽ പിരമിഡ്, അതിൻ്റെ ബേസ് എഡ്ജസ് പാരലൽ ടു വി പി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു. എന്നാൽ ഇതാണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്ന ഫിഗർ. നോക്കുക, ഇത് സെയിം ഹെക്സഗണൽ പിരമിഡ് തന്നെയാണ്, ഇതേ ഹെക്സഗണൽ പിരമിഡാണ് ഇതും. പക്ഷേ ഡിഫറൻസ് എന്താണ്? ബേസ് എഡ്ജസ്, വൺ ഓഫ് ദി ബേസ് എഡ്ജസ്, അതായത് ബേസ് എഡ്ജസിലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടിരുന്നു. ഇവിടെ പാരലൽ ആണെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടിരുന്നു. സോ നമ്മളുടെ ടോപ്പ് വ്യൂ ഇങ്ങനെ വരച്ചു, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ രീതിയിൽ കിട്ടും. നോക്കിക്കേ, രണ്ട് ഫിഗറും തമ്മിലൊന്ന് കമ്പയർ ചെയ്തേ. ഈ ഫിഗറിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ഇതിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ കണ്ടോ? മനസ്സിലായല്ലോ? സോ ഞാൻ ഇത് മാറ്റുകയാണ്. ഇനി ഇതാണ് നമ്മളുടെ പ്രോബ്ലം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ ഫിഗർ വരച്ചു, അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു, സെയിം തന്നെ ബേസിൽ നിന്നും 47 millimeter മുകളിലോട്ട് മാറിയ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ കൂടി ഒരു ഓക്സിലറി കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്തു. അതായത് ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് വിത്ത് ബേസ് ആയിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ്, അതായത് XY ലൈനായിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നു. ഇനി കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നത് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, O ഡാഷ് A ഡാഷ് O ഡാഷ് B ഡാഷ് എന്നുള്ള രണ്ട് എഡ്ജസ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ രണ്ട് കട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഇനി ഇത് O ഡാഷ് C ഡാഷ് O ഡാഷ് F ഡാഷ് എന്നുള്ള രണ്ട് കട്ടിംഗ് പോയിന്റ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെയും രണ്ട് കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ രണ്ട് എഡ്ജസ് ഉള്ളത് കാരണം രണ്ട് കട്ടിംഗ് പോയിന്റ് ഉണ്ട്. അതുപോലെ ഇവിടെ O ഡാഷ് D ഡാഷ് O ഡാഷ് E ഡാഷ് എന്ന് പറയുന്ന രണ്ട് എഡ്ജസ് ഉള്ളത് കാരണം ഇവിടെയും രണ്ട് കട്ടിംഗ് എഡ്ജസ് ഉണ്ട്. സോ 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 5 ഡാഷ് ആൻഡ് 6 ഡാഷ് ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ടോപ്പ് വ്യൂവിൽ ഏതെങ്കിലും ഒരു എഡ്ജ്, ഏതെങ്കിലും ഒരു ലാറ്ററൽ എഡ്ജ് XYക്ക് പാരലായിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേ. നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ അത് രണ്ടും കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രോബ്ലവും ഇതും തമ്മിലൊന്ന് നോക്കിക്കേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ OA എന്ന് പറയുന്ന ബേസ് എഡ്ജും OD എന്ന് പറയുന്ന ബേസ് എഡ്ജും XYക്ക് പാരലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഫിഗറിനകത്ത് നോക്കിക്കേ, OAയും ഇൻക്ലൈൻഡ് ആണ്, ODയും ഇൻക്ലൈൻഡ് ആണ്. ഇവിടെ XYക്ക് പാരലായിട്ട് ഒരൊറ്റ എഡ്ജ് പോലും ഇല്ല. അതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് തരുന്ന ഒരു ലാറ്ററൽ എഡ്ജ് പോലും ഇല്ല. സോ നമുക്ക് ട്രൂ ലെങ്ത് തരുന്ന ലാറ്ററൽ എഡ്ജ് ഇല്ലാതെ നമുക്ക് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിക്കേ, ഈ ഫിഗർ നോക്കിക്കേ, ഇവിടെ XYക്ക് പാരലായിട്ടൊരു എഡ്ജ് കണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ XYക്ക് പാരലായിട്ട് ഒരു എഡ്ജ് നമ്മൾ വരയ്ക്കും. എങ്ങനെ നോക്കിക്കോണേ. ഈ OA എന്ന് പറഞ്ഞ എഡ്ജ് കണ്ടോ? ഈ OA എന്ന് പറയുന്ന എഡ്ജ്, ഈ OA എന്ന് പറയുന്ന എഡ്ജിനെ ഞാൻ XYക്ക് പാരലാക്കിയാൽ പോരെ? ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ ഇവിടെ OA കിട്ടുന്ന പോലെ ഇവിടെയും കിട്ടത്തില്ലേ? നോക്കിക്കേ,
നമുക്ക് ഒ എ എന്ന് പറയുന്ന എഡ്ജ് ആദ്യത്തെ പ്രോബ്ലത്തിൽ എക്സ് വൈക്ക് പാരലായിരുന്നു, കാരണം സോളിഡിൻ്റെ പൊസിഷൻ ആ രീതിയിലായിരുന്നു. എന്നാൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് പാരലായിട്ട് ഒരു എഡ്ജ് പോലും ഇല്ല. പക്ഷേ നമുക്ക് പാരലായിട്ടൊരു എഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രൂ ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ് കിട്ടത്തുള്ളൂ. ലാറ്ററൽ എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ഒരു ബേസ് എഡ്ജിനെ നമ്മൾ എക്സ് വൈക്ക് പാരലാക്കി. എങ്ങനെ ആക്കി? ചെരിഞ്ഞിരുന്ന ഒരു ബേസ് എഡ്ജിനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ച് എക്സ് വൈക്ക് പാരലൽ, ഇത് എക്സ് വൈ ലൈനാണ്, എക്സ് വൈ ലൈനിന് പാരലാകത്തക്ക രീതിയിൽ കൊണ്ടുവച്ചു. ഇതാണ് നമ്മളുടെ പുതിയ എഡ്ജ് A1. പുതിയ എഡ്ജ് എന്നല്ല, ഇതേ സെയിം എഡ്ജ് തന്നെ, അതിനെ ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. ഈ മോഡൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് എക്സ് വൈക്ക് പാരലായിട്ട് എഡ്ജസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടത്തില്ല. സോ ട്രൂ ലെങ്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് ഒ എ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഒ എ തന്നെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണമെന്നില്ല, ഒ ബി എയിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാലും മതി, നിങ്ങളുടെ ഇഷ്ടം. സോ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് A1 ആക്കി വെച്ചു. ഇപ്പം നോക്കിക്കേ, പഴയ ഫിഗർ പോലെ തന്നെ ഇവിടെയും കിട്ടി. ഇനിയൊരു വ്യത്യാസമുണ്ട്. ഈ എയിൽ നിന്ന് നേരെ പ്രൊജക്റ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടിയത്, എ ഡാഷ് എന്നുള്ളൊരു പോയിന്റ് കിട്ടിയത്. ആ എ ഡാഷും ഒ ഡാഷും ജോയിൻ ചെയ്തപ്പോഴല്ലേ നമുക്ക് ട്രൂ ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ് കിട്ടിയത്. അപ്പോൾ ഇവിടെയും അതേ പരിപാടി ചെയ്യണ്ടേ? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ എ ഡാഷിനെ A1 ഡാഷിനെ, പുതിയ A1 ഡാഷിനെ എക്സ് വൈ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. പുതിയ A1 ഡാഷിനെ ഞാൻ എക്സ് വൈ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. കണ്ടോ? പ്രൊജക്റ്റ് ചെയ്ത് എക്സ് വൈ ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു. ഇനിയും ഒ ഡാഷിൽ നിന്നും ഈ പോയിന്റിലേക്കൊരു ലൈൻ വരയ്ക്കാമെങ്കിൽ നമുക്ക് ട്രൂ ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ് കിട്ടും. ഇതൊക്കെ ഇമാജിനറി ആണ്, നമ്മൾ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾ ലൈറ്റായിട്ട് കാണിച്ചാൽ മതി, യൂണിവേഴ്സിറ്റി എക്സാമിന് ലൈറ്റായിട്ട് കാണിച്ചാൽ മതി. ഞാൻ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് ഡാർക്കാക്കി കാണിക്കുകയാണ്. ഈ പുതിയ എഡ്ജ് കണ്ടുപിടിച്ചത് മനസ്സിലായോ? ഒ ഡാഷ് A1 ഡാഷ് എന്ന് പറയുന്ന പുതിയ എഡ്ജ് ഞാൻ വരച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒ എ എന്ന് പറയുന്ന ഒരു ബേസ് എഡ്ജിനെ അല്ലെങ്കിൽ ഒരു ലാറ്ററൽ എഡ്ജിനെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലാറ്ററൽ എഡ്ജിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എക്സ് വൈക്ക് പാരലാകത്തക്ക രീതിയിൽ. ഇതിനെ ഈ ഒ എ എന്ന് പറയുന്ന കിടക്കുന്നതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒ A1 എക്സ് വൈക്ക് പാരലാകത്തക്ക രീതിയിൽ വരച്ചു. ഇനി A1നെ മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എക്സ് വൈ ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അത് തമ്മിൽ ഒ ഡാഷും A1 ഡാഷും തമ്മിൽ ജോയിൻ ചെയ്തു. എങ്കിൽ മാത്രമേ നമുക്ക് പഴയ ഫിഗറിൽ കിട്ടുന്ന പോലെ ട്രൂ ലെങ്ത് ഉള്ളൊരു ലാറ്ററൽ എഡ്ജ് കിട്ടത്തുള്ളൂ. ഒ ഡാഷ് എ ഡാഷിന് പകരം ഇവിടെ നമുക്ക് ഒ ഡാഷ് A1 ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ലെങ്ത് നമുക്ക് എന്താണ്? ട്രൂ ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ് ആണ്. ഇനി ഈ ലെങ്ത് കോമ്പസിലെടുത്ത് നമുക്ക് നമ്മളുടെ ഡെവലപ്മെൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു പൊസിഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാവൂ. സോ നമ്മൾ ലെങ്ത് ഒന്ന് നോക്കുക. നമ്മൾ പഴയ പോലെ തന്നെ 75 മില്ലിമീറ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. കാരണം ഡയമെൻഷൻസ് ഒന്നും നമ്മൾ മാറിയിട്ടില്ല, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറയുക, പൊസിഷൻ മാത്രം മാറിയിട്ടേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, പഴയ പോലെ തന്നെ 75 മില്ലിമീറ്ററിൻ്റെ ഒരു ലൈൻ അങ്ങ് വരച്ചു. 75 മില്ലിമീറ്ററിൻ്റെ ലൈൻ അങ്ങ് വരച്ചു. ഇനി ഈ A1 ഡാഷ് ഒന്നും ഇങ്ങോട്ട് വേണ്ട, നമുക്ക് ജസ്റ്റ് ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത്. ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഈ ലൈൻ്റെ ആവശ്യമില്ല, അതങ്ങ് വിട്ടേക്കുക. പഴയ ഫിഗർ തന്നെ മതി നമുക്ക്, ഈ ഒരു ഫിഗർ മാത്രം മതി. ഈ ഒ ഡാഷ് A1 ഡാഷ് എന്ന് നമ്മൾ എന്തിനാണ് വരച്ചത്? ട്രൂ ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ് കിട്ടാൻ വേണ്ടി മാത്രം വരച്ചതാണ്. ആ ലാറ്ററൽ എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് കിട്ടി, നമ്മളതിനെ ഇങ്ങോട്ട് വെക്കുകയും ചെയ്തു. ഇനി നമ്മൾ പഴയ പോലെ ഇനി ഇത് അപ്പെക്സ് ആയിട്ട് കൊടുത്തേക്കുക ഓ. ഇനി ഇതേ ലെങ്ത് എടുക്കുക, നമ്മൾ പഴയ ചെയ്ത പോലെ ഒരു ആർക്ക് വരയ്ക്കുക. ഒരാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ആർക്ക് ലൈറ്റ് ആയിട്ടേ വരയ്ക്കാവൂ. കാര്യം നിങ്ങൾക്ക് ആർക്ക് കാണേണ്ട ആവശ്യമില്ല, അവിടുത്തെ എഡ്ജസ് മാത്രം കണ്ടാൽ മതി. അതിനുശേഷം ബേസ് എഡ്ജിൻ്റെ ലെങ്ത് നമുക്കറിയാം എത്രയാണ്, 25 എന്നറിയാം. സോ 6 ബേസ് എഡ്ജസ് കാണിക്കുക. അതൊക്കെ പഴയ പോലെ തന്നെ 1 2 3 4 5 and 6. ബാക്കി ഇങ്ങോട്ടുള്ള എക്സ്റ്റൻഷനൊക്കെ അങ്ങ് മായ്ച്ച് കളഞ്ഞേക്ക്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ,
ഇനി എന്താ ചെയ്യേണ്ടത്? ബേസ് എഡ്ജസ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുക. നെയിം ആദ്യം ചെയ്തേക്കുക. ദിസ് ഈസ് എ, ബി, സി, ഡി, ഇ, എഫ്, വീണ്ടും എ. ഇനി അതെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുക. എ ടു ബി ജോയിൻ ചെയ്യുക, ബി ടു സി, സി ടു ഡി, അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ഫിഗറിൽ എന്താണോ ചെയ്ത് അതേപോലെ ഇവിടെയും ചെയ്യുക. എ ടു ബി, ബി ടു സി അങ്ങനെ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ അപ്പെക്സിൽ നിന്നും ഇങ്ങോട്ടുള്ളതും ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാം ജോയിൻ ചെയ്യുക. നോക്കുക, നമ്മളത് കംപ്ലീറ്റ് ആക്കി. ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് നമ്മൾ താഴെ ഹെക്സഗൺ വരയ്ക്കാത്തതെന്ന് സംശയം തോന്നാം. കാരണം നമ്മൾ ആദ്യം ഡെവലപ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നപ്പോഴത്തേക്കും ഈ ഒരു ഡെവലപ്മെൻറ്റ് കാണിച്ചിട്ട് താഴെ ഞാൻ ഹെക്സഗണൽ, അതായത് ബേസ് സർഫസ് താഴെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് അവർ പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്, നമുക്ക് ബേസ് സർഫസിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഈ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് മതി എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ബേസ് കാണിക്കാത്തത്. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഈ കറസ്പോണ്ടിങ് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 5 ഡാഷ് 6 ഡാഷിനെയൊക്കെ ഡെവലപ്മെൻറ്റിൽ കാണിക്കുക ആദ്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡെവലപ്മെൻറ്റിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ലാറ്ററൽ എഡ്ജസ് എല്ലാം ട്രൂ ലെങ്തിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, 1 ഡാഷ് 2 ഡാഷ്, ഈ 1 ഡാഷ് 2 ഡാഷ് കിടക്കുന്നത് ഒ ഡാഷ് എ ഡാഷ് ഒ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന അപ്പയറൻറ്റ് ലെങ്ത് ഉള്ള എഡ്ജിലാണ്, ബേസ് എഡ്ജിലാണ് അല്ലേ? നമ്മൾ ആദ്യം വരച്ച ആ സോൾഡറിലല്ലേ കട്ട് ചെയ്തത്, സോ അത് അപ്പയറൻറ്റ് ലെങ്ത് അല്ലേ? നമുക്കപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ട്രൂ ലെങ്ത് ഉള്ള നമ്മൾ രണ്ടാമത് വരച്ച ഒ ഡാഷ് എ 1 ഡാഷ് എന്നുള്ള എഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് കാര്യം മനസ്സിലായോ? നമ്മൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് അപ്പയറൻറ്റ് ലെങ്ത് ആണ്, സോ നമ്മൾ അതിനെ ഇപ്പറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. തൊട്ട് വശത്ത് നമ്മൾ ട്രൂ ലെങ്ത് ഒരെണ്ണം കിട്ടാൻ വേണ്ടി ഒരെണ്ണം വരച്ചിട്ടില്ലായിരുന്നോ, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. ആ ലെങ്താണ് നമ്മൾ കോമ്പസിൽ എടുക്കേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണേ. സോ നമ്മൾ ആ ലെങ്ത് കോമ്പസിൽ എടുത്തു. അതിനുശേഷം 1 ഡാഷ് ആൻഡ് 2 ഡാഷ് ഏതൊക്കെ എഡ്ജിലാണ്? എ ഡാഷിലും ബി ഡാഷിലുമാണ്. സോ ഞാൻ ഇത് വരയ്ക്കുകയാണ്. 1 ഡാഷ് എ ഡാഷിലും ബി ഡാഷിലും. 1 ഒ എയിലും ഉണ്ട്, ഒ ബിയിലും ഉണ്ട് അല്ലേ? ഒ ബിയിലും, ഒ എയിലും ഒ ബിയിലും ഉണ്ട്. ഞാൻ എയിം ചെയ്യുകയാണ്. ഇത് 1, സോറി ഒ ബിയിലാണ് 1, ഇത് 1, ഇത് 2, ഇത് 2. കാരണം എന്താ? ഒ എ 2 ഉള്ളത് കാരണമാണ് രണ്ടിടത്ത് ഞാൻ 2 ഇട്ടത്. ഇവിടെ 1 എന്നുള്ളത് ബ്രാക്കറ്റിന് പുറത്താണ് കിടക്കുന്നത്. നമ്മൾ ഒ ബി ആണ് ബ്രാക്കറ്റിന് പുറത്ത്. ഒ ഡാഷ് ബി ഡാഷിലുള്ള കട്ടിംഗ് പോയിൻ്റ് ആണ് 1 ഡാഷ്. അതുകൊണ്ട് ഞാൻ 1 എന്നുള്ളത് ഒ ബിക്ക് കൊടുത്തു. ഇനി അടുത്തത് 3 ഡാഷ് ആൻഡ് 4 ഡാഷ്. നോക്കിക്കേ, 3 ഡാഷ് ആൻഡ് 4 ഡാഷും ട്രൂ ലെങ്ത് തരുന്ന ലാറ്ററൽ എഡ്ജിലല്ല കിടക്കുന്നത്. നോക്കിക്കേ, കാര്യം നമ്മൾ അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടോപ്പ് വ്യൂ നോക്കുക. ടോപ്പ് വ്യൂവിൽ എക്സ് വൈക്ക് പാരലായിട്ടുള്ള എഡ്ജ് ആയതാണോ അത് മാത്രമേ ട്രൂ ലെങ്ത് എത്തുള്ളൂ. സോ നമ്മൾ പഴയ പോലെ തന്നെ ഇതിനെയും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതിന് ശേഷം ആ ലെങ്ത് വേണം കോമ്പസിലെടുക്കാൻ. സോ അപ്പെക്സിൽ കുത്തി ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. ട്രൂ ലെങ്ത് തരുന്ന എഡ്ജിലെ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. 3 ഡാഷ് ആൻഡ് 4 ഡാഷ് ആണ്, അതായത് സിയിലും എഫിലുമാണ് വരയ്ക്കേണ്ടത്. നോക്കി ഇവിടെ കുത്തുക, സി ആൻഡ് എഫ്. ഇത് 3, ഇത് 4. ഇനി 5ഉം 6ഉം ഉണ്ട്. 5ഉം 6ഉം കിടക്കുന്നത് എവിടെയാണ്? ഒ ഡാഷ് ഡി ഡാഷ് ആൻഡ് ഒ ഡാഷ് ഇ ഡാഷ്. അത് രണ്ടും നോക്കിക്കേ, ഒ ഡാഷ് ഡി അല്ലെങ്കിൽ ഒ ഡി ഒ ഇ, അതും ഇൻക്ലൈൻഡ് ആയിട്ടാണ്, ട്രൂ ലെങ്ത് തരുന്നില്ല. സോ അതിനെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം എന്താ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒ ഡി എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ, ഒ ഡിയുടെ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് തരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സ് വൈക്ക് പാരലായിരുന്നു. സോ ഈ ഡിസ്റ്റൻസ് ഡയറക്റ്റ് എടുത്താൽ മതി. പക്ഷേ ഇപ്പോഴത്തെ പ്രോബ്ലത്തിനകത്ത് അങ്ങനെയല്ല, അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ആ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. 5 and 6 അത് ഡിയിലും ഇയിലുമാണ്. ദിസ് ഈസ് ഡി, ദിസ് ഈസ് ഇ. അഞ്ച് 6 കഴിഞ്ഞു. നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ 95% കഴിഞ്ഞു. ഇനി ഇത് തമ്മിലങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള ഈ പോർഷൻ നമ്മളങ്ങ് മായ്ച്ച് കളയുക, ബാക്കിയെല്ലാം ഡാർക്ക് ആക്കുക. എന്നിട്ട് അതിനെ ഡോട്ടഡ് ലൈൻ വെച്ച് കാണിക്കുക. അങ്ങനെ എല്ലാം കാണിക്കുക. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ആവും. നിങ്ങൾ പേന ഉപയോഗിക്കരുത്, പെൻസിൽ വെച്ച് മാത്രമേ വരയ്ക്കാവൂ. പെൻസിൽ വെച്ചാകുമ്പോൾ ഇതെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് ഇവിടെ ഡോട്ടഡ് ആക്കുക, ബാക്കി ഇതെല്ലാം ഡാർക്ക് ആക്കുക. നിങ്ങൾ ആദ്യം വരയ്ക്കുന്ന ആർക്ക് പോലും ശരിക്കായിട്ട് കാണണ്ട, നമുക്ക് എഡ്ജസ് മാത്രം കണ്ടാൽ മതി. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. സോ ഈ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ മനസ്സിലാക്കുക, ചെയ്യുക. താങ്ക് യു.